ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ്. അതിനുവേണ്ടി പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. കൂടെ 2 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 5 ഗ്രാമ്പും 2 ഏലക്കയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു വലിയ സവാള അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം. അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഞാൻ 1 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കൂടെ ഒരു 10 കാഷ്യൂ അതും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ തക്കാളി കുക്കായി വരണം. അതിന് വേണ്ടി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ലിഡ് അടച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് തക്കാളി വെന്ത് ഉടഞ്ഞ് വരുന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കും. തക്കാളി ഇതേപോലെ നന്നായി കുക്കായി വരണം. ഇനി നമുക്കിത് തണുപ്പിക്കാൻ വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അതിനുശേഷം പാനിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഒഴിക്കുക, 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുക. ഇനി അതിലേക്ക് ഒരു ബേ ലീഫ് ഇടുക. കൂടെ 2 ചെറിയ പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിട്ടതിന് ശേഷം ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് വറുത്തിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതിലേക്ക് ഒന്ന് വെന്ത് കിട്ടാൻ മാത്രം. ആദ്യം നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇങ്ങനെ വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി അതിൻ്റെ കൂടെ ഗരം മസാല ആഡ് ചെയ്യണം. ഗരം മസാല 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഈ മസാലയുടെ ഒരു പച്ചമണം മാറുന്ന വരെ സോട്ട് ചെയ്യുക. അതിന് ശേഷം ഈ ടൊമാറ്റോ ഒണിയൻ പേസ്റ്റ് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ആ ജാറിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിലുള്ള ആ പേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാനിലേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുറുകി വരണം ഈ ഒരു ഗ്രേവി. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നന്നായി കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ പനീർ ഒരു 10 മിനിറ്റ് ബോയിൽ ചെയ്ത വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പനീർ 200 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിവിടെ കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നല്ല സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യരുത്, ഉടഞ്ഞു പോവും. സോഫ്റ്റായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ലിഡ് ക്ലോസ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. ആ ഫ്ലേവേഴ്സ് ഒന്ന് ഇൻഫ്യൂസ് ആവാനായിട്ടാണ്. കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കസൂരി മേത്തി ഒന്ന് പൊടിച്ച് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് റൊട്ടിയുടെ കൂടെയോ അതോ നാനിൻ്റെ കൂടെയോ ഒക്കെ ട്രൈ ചെയ്യാം. നിങ്ങൾ വീട്ടിലെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഹാപ്പി കുക്കിംഗ്.